السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും ആദരവും ബഹുമാനവും നിറഞ്ഞ ഉസ്താദന്മാർ, എൻ്റെ മുമ്പിലിരിക്കുന്ന നല്ലവരായ മുതഅല്ലിം സുഹൃത്തുക്കൾ, വിശ്വാസ സംരക്ഷണത്തിൽ സമസ്തയുടെ പങ്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഒരൽപ്പം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നാഥനായ റബ്ബ് തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പണ്ഡിത പ്രസ്ഥാനം നിലവിൽ വന്നത് എന്തിനാണ്, എപ്പോഴാണ്, ആരാണ് ഇതിന്റെ സ്ഥാപകന്മാർ എന്നൊക്കെ അറിയൽ നമ്മളുടെ മേൽ വളരെ ആവശ്യമാണ്. അതിലുപരി സമസ്തയുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ എന്നോളം വളരെ അത്യാവശ്യവും കൂടിയാണ്. 1921 മലബാർ കലാപത്തിന് ശേഷം മതനവീകരണ ചിന്തയുമായി ഒരു കൂട്ടം വഹാബികൾ കുതുബ് നാം അറിയുന്ന ഭാഷയിലാകണം, മരിച്ച വീട്ടിൽ ഖുർആൻ ഓതാൻ പാടില്ല, തൽഖീൻ ആവശ്യമില്ല, തറാവീഹ് 8 റക്അത്ത് മതി എന്നിങ്ങനെ പല ജാതി പുതിയ ആശയങ്ങളുമായി ഐക്യസംഘം എന്ന പേരിൽ രംഗത്ത് വന്നപ്പോൾ അതിനെതിരെ അന്നത്തെ കരകളഞ്ഞ ഹൃദയത്തിന്റെ ആളുകളായിരുന്ന ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളെ പോലെയുള്ള 40 വരുന്ന പണ്ഡിതന്മാർ 1926 ഒരു സംഘടന രൂപീകരിക്കപ്പെടുകയാണ്. അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നുള്ളത്. ആ സമസ്തയെ കുറിച്ച് ഈ വേദിയിൽ പറയാൻ അവസരം കിട്ടിയതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു, ആഹ്ലാദിക്കുന്നു, അഭിമാനിക്കുന്നു. കാരണം സമസ്തയെ കുറിച്ച് അറിയുന്ന തത്വചിന്തകന്മാരോട് ഒരാൾ പറഞ്ഞത് സമസ്ത എന്നായിരുന്നു. സമസ്ത എന്നൊരു പ്രസ്ഥാനം ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ നാമൊക്കെയും പിയച്ചവരും പിയപ്പിക്കുന്നവരുമായി തീർന്നേന്നായിരുന്നു. വിദ്യാർത്ഥികളും പിയച്ചവാദങ്ങളും നിഫാഖിയത്തും എല്ലാവിധ നികൃഷ്ടമായ അന്ധവിശ്വാസങ്ങളും അബദ്ധജനമായ വാദങ്ങളും കുഞ്ഞുകുയുടെ ഈ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ശൈഖുന കണ്ണിയത്ത് ഉസ്താദ് അവരുടെ നേതൃത്വം നയിച്ച, ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ നേതൃത്വം നയിച്ച, ബഹുമാനപ്പെട്ട ശൈഖുന സയ്യിദുൽ ഉലമ നേതൃത്വം നയിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാക്കളായ 40 വരുന്ന പണ്ഡിതന്മാരുടെ പണ്ഡിത സഭ ഇന്ന് ലോകത്ത് തുല്യത വെക്കാനില്ലാത്ത ഒരു പണ്ഡിത സഭയാണ് എന്നതിൽ സംശയമില്ല. ഇതിനു വേണ്ടി, ഈ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി ഈ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലം എത്ര സമസ്തയുടെ ആലിമീങ്ങളാണ് കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുള്ളത്, യാതനകൾ നേരിട്ടിട്ടുള്ളത്. 1933 മാർച്ച് 5 ഫറൂഖിൽ നടന്ന സമസ്തയുടെ 6ാം വാർഷിക മഹാസമ്മേളനത്തിന് അന്നത്തെ സമസ്തയുടെ അധ്യക്ഷനായിരുന്ന ബഹുമാനപ്പെട്ട അഹമ്മദ് കോയ ശാലിയാത്തി അവർ അവതരിപ്പിച്ചൊരു പ്രമേയമായിരുന്നു തവസ്സുൽ, ഇസ്തിഗാസ, തൽഖീൻ, മൗലിദ്, നേർച്ച തുടങ്ങിയതൊക്കെയും ഇസ്ലാമികമാണെന്നും അതിനെ എതിർക്കുന്നവർ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിൽ നിന്ന് പുറത്താണ് എന്നും പ്രഖ്യാപിച്ചതുകൊണ്ട് തന്നെ അന്ന് സമസ്തക്ക് ഒരുപാട് വാദപ്രതിവാദങ്ങളും പ്രഭാഷണങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. 1951 സമസ്തയുടെ 19ാം വാർഷിക മഹാസമ്മേളനത്തിന് പുതിയ വളർന്നു വരുന്ന കുട്ടികൾക്ക് പുതിയ പാഠ്യ പദ്ധതികളും പുതിയ പാഠ്യ പുസ്തകങ്ങളും ഇറക്കിക്കൊണ്ട് അന്ന് സമസ്തയുടെ എല്ലാമായിരുന്ന ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ വഫഖി തങ്ങൾ സ്വന്തം കീശയിൽ നിന്ന് നല്ല സംഭാവന ചെയ്തു തുടങ്ങിയ ഒരു സംരംഭമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, സമസ്ത കേരള മതവിദ്യാഭ്യാസ ബോർഡ് എന്നുള്ളത്. അങ്ങനെ 70 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഇങ്ങനെ ഒരു സംവിധാനം തുടങ്ങി വെച്ചതുകൊണ്ടാണ് നമ്മളുടെയൊക്കെ വിശ്വാസം ആടാതെ ഉലയാതെ അടിപതറാതെ നിൽക്കുന്നതെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു പ്രാവശ്യം മഞ്ചേരിയിൽ ഒരു കുഗ്രാമത്തിൽ അൽബിഷാറ എന്ന പേരിൽ ഒരു കൂട്ടം ക്രിസ്ത്യൻ ഫാദരികൾ ഒരു സംഘടന രൂപീകരിക്കപ്പെടുകയാണ്. കൃഷ്ണമതത്തിലേക്ക് ആളുകളെ കൂട്ടുക എന്നതായിരുന്നു അവരുടെ പദ്ധതി. അങ്ങനെ അവർ പാവങ്ങളായ മുസ്ലിമുകളുടെ കല്യാണത്തിന് സഹായിക്കുന്നു, അവരുടെ വീട് നിർമ്മാണത്തിന് സഹായിക്കുന്നു. ഇങ്ങനെ 100ഓളം വരുന്ന മുസ്ലിമുകളെയാണ് അവർ കൃഷ്ണമതത്തിലേക്ക് കൊണ്ടുപോയത്. അന്ന് ശംസുൽ ഉലമ അവർക്ക് നേരെ വാദപ്രതിവാദം നടത്തുകയും പോയ എല്ലാ മുസ്ലിമുകളെയും തിരിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ശംസുൽ ഉലമയുടെ ഈ കഠിനാധ്വാനം, സമസ്തയുടെ ഈ കഠിനാധ്വാനം വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയായിരുന്നു എന്ന് പറയാൻ വളരെ അഭിമാനപൂർവ്വം ഞാൻ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഇങ്ങനെ കേരളത്തിലേക്ക് ഖാദിയാനിസം കേരളത്തിൽ വന്നപ്പോൾ, ഖാദിയാനികൾ കാഫിറുകളാണെന്നും അവർ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്നും ഒരു കുസലുമില്ലാണ്ട് സൈര്യം വിളിച്ചു പറഞ്ഞത് സമസ്തയായിരുന്നു. ഖുർഷിയ, ശംശയില പോലുള്ള ത്വരീഖത്തുകളെ അതിന്റെ ആദ്യകാലത്ത് തന്നെ അതിനെ തള്ളപ്പെടുകയും പിന്നെ അവർക്ക് കേരളത്തിലോ കർണാടകയിലോ ലോകത്തങ്ങോളം ഇങ്ങോളം നിലവോടമുണ്ടായിട്ടില്ല, വേറോട്ടമുണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രസ്തുത കാലത്ത് സമസ്തക്ക് ഏറ്റവും വലിയ തലവേദന എന്നുള്ളത് അത് ചില പണ്ഡിത ദർശകളാണ്. ഒരു കാലത്ത് സമസ്ത എന്താണ്, എന്തിനാണ് എന്ന് പറഞ്ഞിരുന്നവർ ഇന്ന് സമസ്തയുടെ ആശയത്തെ, ആദർശത്തെ ചോദ്യം ചെയ്യുകയാണ്, സമസ്തയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്യുകയാണ്. അത് എന്ത് തന്നെ സംഭവിച്ചാലും ബഹുമാനപ്പെട്ട ശൈഖുന സയ്യിദുൽ ഉലമ നയിച്ചുകൊണ്ടിരിക്കുന്ന സമസ്ത ആശയം പണയം വെക്കാണ്ട്, ആദർശം പണയം വെക്കാണ്ട് ഇന്നും നിലനിൽക്കുന്നു. ഇൻഷാ അല്ലാഹ് സമസ്ത നമ്മുടെ മഹദി ഇമാമിന്റെ കയ്യിലേക്ക് എത്തുന്നതുവരെ അത് അങ്ങനെ തന്നെയായിരിക്കും, ഒരു സംശയവുമില്ല എന്ന് അഭിമാനപൂർവ്വം ഞാൻ പറയുകയാണ്. കഴിഞ്ഞ മുൻഗാമികളായ സമസ്തയുടെ ആലിമീങ്ങളുടെ ദർജ അല്ലാഹു തആല ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവരുടെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.